ഇറാനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇറാനിൽ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നും, അവിടുത്തെ ഗവൺമെന്റ് അതിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടെന്നും, അങ്ങനെ പല വാർത്തകൾ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി കാണുകയുണ്ടായി. ശരിക്കും എന്താണ് ഇറാനിലെ പ്രശ്നം? എന്താണ് അവിടെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് പലരും ഇതിനെതിരൊന്നും പറയാത്തത്? റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളും അല്ലെങ്കിൽ പ്രോ ഇസ്രായേലി ഹാൻഡിലുകളും എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ഈസ് സൈലന്റ് ഓൺ ഇറാൻ എന്ന് പറയുന്നത്? ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇറാനിലെ ജനത ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി പറയുന്ന കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമേ അവർ പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്. 7.5% ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾ, അതായത് നിർബന്ധിതമായ ഹിജാബ് നിയമങ്ങൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങൾ ലംഘിക്കപ്പെടുന്നു. ആർട്ട്, മ്യൂസിക്, സോഷ്യൽ ലൈഫ് മുതലായ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ മേലെയുള്ള റെസ്ട്രിക്ഷൻസ്, അതുപോലെ ഇറാൻ്റെ വ്യത്യസ്തമായ ഫോറിൻ പോളിസികൾ, ഇതൊക്കെയാണ് ആ ജനതയെ ഇത്രയധികം ക്ഷുഭിതരാക്കുന്നതും അവരെ തെരുവിലേക്ക് ഇറക്കിയതും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അൽ ജസീറയുടെ ന്യൂസാണ്. എന്തുകൊണ്ടാണ് അൽ ജസീറ എടുത്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മറ്റ് വെസ്റ്റ് മീഡിയാസ് അല്ലെങ്കിൽ BBC അല്ലെങ്കിൽ CNN പോലുള്ള ചാനൽസ് എടുക്കുമ്പോൾ അവിടെ ഇതൊരു വെസ്റ്റ് പ്രൊപ്പഗാൻഡയാണ് എന്നൊരു ആരോപണം ഉയർന്നു വന്നേക്കാം. അൽ ജസീറയെ അതുകൊണ്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അൽ ജസീറയുടെ ന്യൂസുകൾ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. അൽ ജസീറ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിലെ സ്ഥിതി ഇത്രയധികം വഷളായത് അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ഈ യുദ്ധങ്ങൾ കാരണം അമേരിക്ക പുതുതായി കുറച്ച് സാങ്ഷൻസ് കൂടെ ഇറാൻ്റെ മേൽ ഏർപ്പെടുത്തി. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത് അവരുടെ ഓയിൽ ശേഖരങ്ങളിൽ നിന്നും മറ്റ് ഗ്യാസ് ശേഖരങ്ങളിൽ നിന്നൊക്കെയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ ചൈനയും അതിനുശേഷം വളരെ ചെറിയ അളവിൽ ഇന്ത്യയുമുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇത്രയും അധികം ഓയിൽ ചൈന വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെന്താ എക്കോണമിക്ക് ഇത്ര പ്രശ്നം വരാൻ? നല്ല ചോദ്യമാണ്. ചൈന വാങ്ങുന്ന ഓയിലിന് പ്രശ്നങ്ങളുണ്ട്. അതായത് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിലാണ് ചൈന ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ സാങ്ഷൻസ് വന്നതുകൊണ്ട് ഇത് കപ്പൽ മാർഗവും മറ്റും എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളും, അപ്പോൾ അതിന് ഒരു മാസ്കിംഗ് പോലെ ഈ ഓയിൽ ടാങ്കേഴ്സ് എല്ലാം ഹൈഡ് ചെയ്തിട്ട് വേണം ഇറാന് ഈ കയറ്റുമതി എല്ലാം നടത്താനായിട്ട്. അങ്ങനെ തന്നെ ഒരുപാട് ചെലവേറിയ ഒരു പ്രോസസ്സായി മാറുകയാണ് ഈ എണ്ണ കയറ്റുമതി. അങ്ങനെ എണ്ണ കയറ്റുമതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഗവൺമെൻറ് ടാക്സസ് ഉയർത്തി. അങ്ങനെ ടാക്സ് ഉയർത്തുന്നതോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജോലിയുമില്ല, ടാക്സ് കൂടുതൽ അടയ്ക്കുകയും വേണമെന്നൊരവസ്ഥ. കൂട്ടത്തിൽ ഇൻഫ്ലേഷനും. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഈ അൺട്രസ്റ്റ് വളരെ അധികം കൂടിയിരിക്കുന്ന സമയമായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു രാജ്യം കടന്നു പോകുമ്പോൾ അവിടുത്തെ ബാങ്കിങ് സെക്ടറിന് ആ രാജ്യത്തിനെ കരകയറ്റാനായിട്ട് വലിയ തോതിൽ സഹായിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. അത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പരിപാടി ഇല്ല. മതനിയമങ്ങളുടെ ഒരു കോമഡി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇതേ നിയമങ്ങളൊക്കെ തന്നെയാണല്ലോ, അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അവിടെയും ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, അവരുടെ എക്കോണമി ഇതുപോലെയും തകരുന്നില്ലല്ലോ. നല്ല ചോദ്യമാണ്. ഒരു ഒരു രാജ്യത്തിൻ്റെ എക്കോണമി പിടിച്ചു നിർത്തണമെങ്കിൽ ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകം മാത്രം പോരാ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓയിൽ കയറ്റുമതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മോഡേൺ എക്കോണമി നടന്നു പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ഇൻകം വേണം. മറ്റ് രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അവർക്ക് പല പല രീതിയിലുള്ള ഇൻകംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ നല്ല രീതിക്ക് പോകുന്നത്. അതിന് പുറമെ അവരുടെ കറൻസിക്ക് ഒരു മൂല്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാരണം അവരുടെ കറൻസിയുടെ വില നല്ലോണം ഇടിഞ്ഞു. റീസെൻ്റ് ന്യൂസ് പ്രകാരം ഇറാനിലെ ജനത അവിടുത്തെ ഗവൺമെൻറ് മേൽ ആരോപിക്കുന്ന മറ്റൊരു കുറ്റമാണ് അവരുടെ ഫോറിൻ പോളിസികൾ. ജനതയുടെ ആരോപണം ഇങ്ങനെയാണ്: അതായത് ഇറാൻ ഗവൺമെൻറ് അവരുടെ ഇൻകം മുഴുവനും അന്യ രാജ്യങ്ങളായിട്ടുള്ള, ഇപ്പോൾ ഗാസയിലെ ഹമാസ് ഉണ്ട്, അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലെയുള്ള ഈ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നെന്നും അവർ ആയുധങ്ങൾക്കും അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ഇതുപോലെ ഫണ്ട് ചെയ്യുന്നുവെന്നും, അതുകൊണ്ട് തന്നെ ഇറാനിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നേരെ ചൊവ്വേ നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരു മുദ്രാവാക്യം 2024 പറഞ്ഞ് പ്രതിഷേധിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: നെയ്തർ ഗാസ നോർ ലെബനോൺ, മൈ ലൈഫ് ഫോർ ഇറാൻ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗാസയുമല്ല ലെബനോണുമല്ല, ആദ്യം ഇറാനിലെ ജനതയുടെ കാര്യങ്ങൾ നോക്കൂ എന്നൊരു വളരെ
പ്രതിഷേധാത്മകമായ ഒരു മുദ്രാവാക്യമായിരുന്നു അത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അൽ ജസീറയുടെ വെബ്സൈറ്റുകളിൽ പോയി തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അവരുടെ പഴയ വാർത്തകളൊക്കെ ചെക്ക് ചെയ്താൽ ഒരു 5, 6 ദിവസം മുന്നത്തെ വാർത്തകളെല്ലാം നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഗവൺമെൻറ് അവിടുത്തെ ഇൻ്റർനെറ്റ് മുഴുവനായിട്ടും കട്ട് ചെയ്തിരിക്കുന്നു. ഇത് സംഭവിച്ചിട്ട് ഏകദേശം 2 ദിവസത്തോളമായി. ഇത് ഒരു ഫാസിസ്റ്റ് നിലപാടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ അകത്തു നിന്നോ പുറത്തു നിന്നോ ഒരു വാർത്താ കൈമാറ്റം സാധ്യമല്ലാതാവുകയാണ്. ഒരു ഗവൺമെൻറ് തൻ്റെ ഡ്യൂട്ടികളിൽ തോൽക്കുമ്പോഴാണ് ഫാസിസ്റ്റ് നിലപാടെടുക്കേണ്ടി വരുന്നത്. ഇതേ നിലപാട് നമ്മുടെ രാജ്യത്തും പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്, കോൾ ഔട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇറാനിൽ ഇങ്ങനൊരു ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് അവർ ചെയ്യുന്നതിന് അവർ മറ്റൊരു ഉദ്ദേശം കൂടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ഇറാനിലെ ഇപ്പോഴത്തെ കറണ്ട് ഇസ്ലാമിക് റെജീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ്റർനെറ്റ് അവിടെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രൊപ്പഗാൻഡകൾ ഈസിലി സ്പ്രെഡ് ചെയ്യാനും ഈ പ്രൊട്ടസ്റ്റ് ഒരു അവസാനമില്ലാതെ തുടരാനും അത് കാരണമാകുമെന്നാണ്. അത് കോമഡിയാണ്. അത് കോമഡിയാണെന്ന് പറയാനുള്ള കാരണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ ജനത തെരുവിലേക്ക് ഇറങ്ങുക എന്നത് കോമൺ സെൻസായിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വന്നതിന് ശേഷം പിന്നെ അവിടെ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ജനങ്ങളെ കൺട്രോൾ ചെയ്യാനും ജനങ്ങളുടെ മേൽ എന്ത് ക്രൂരത വേണമെങ്കിലും ആ ഭരണത്തിന് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് അവിടെ ഒരുക്കുന്നത്. ഇനി അവർ ജനങ്ങൾ ഇതിന് പുറമെ, അതായത് ഈ ഫോറിൻ പോളിസികൾക്ക് പുറമെ മറ്റ് 3-4 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് മുല്ലകൾക്കെതിരെ ഒരു സ്ലോഗനാണ്. മുല്ലാസ് ഗെറ്റ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. മുല്ലകൾ എന്ന് പറയുമ്പോൾ ഇറാനിൽ കുറച്ച് ക്ലറിക്കൽ ഡ്യൂട്ടീസൊക്കെ കുറച്ച് കൂടുതലുള്ള, അല്ലെങ്കിൽ അധികാരം ചെറുതായിട്ട് നോക്കുന്ന കുറച്ച് ആളുകളെ മുല്ല എന്ന് വിളിക്കുന്നുണ്ട്. ഇവരാണ് അവിടുത്തെ റിലീജിയസ് പോലീസിങ്, മോറൽ പോലീസിംഗ് ഒക്കെ നടത്തുന്ന ഇവരാണ്. സദാചാര ഗുണ്ടകൾ നമ്മുടെ നാട്ടിലെ. ഇവർ സ്ത്രീകളുടെ നേർക്കാണ് ഇവരുടെ അതിക്രമങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. അതായത് ഇറാനിൽ ഹിജാബ് നിർബന്ധമായിട്ടും ധരിക്കേണ്ട ഒരു വസ്ത്രമാണ്. ഹിജാബ് നേരെ ചൊവ്വേ ധരിച്ചില്ലെങ്കിൽ ഈ മുല്ലമാർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പണിഷ്മെൻറ്റ് തരാനും കളക്റ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് ഇവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുല്ലകൾക്ക് നേരെ ഇത്രയും ദേഷ്യം വരുന്നതെന്ന് നമുക്ക് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് പണ്ടത്തെ ഒരു കഥ ഓർക്കണം. പണ്ടത്തെ എന്താണ്, 2 വർഷം 3 വർഷം മുന്നേ 2022 മഹ്സ അമിനി എന്നൊരു യുവതി തട്ടം ശരിക്ക് ഇട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ, ശ്രദ്ധിക്കണം, തട്ടം ഇടാത്തത് കൊണ്ടല്ല, തട്ടം ശരിയായ രീതിയിൽ ഇട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവർ പിടിച്ചുകൊണ്ട് പോയി കൊല ചെയ്യപ്പെട്ട ഒരു യുവതിയാണ് മഹ്സ അമിനി. ആ മഹ്സ അമിനി കൊളുത്തിയ തിരിയിൽ നിന്നാണ് ഇന്ന് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളും കൂടെ ഇറാനിൽ പ്രതിഷേധത്തിന് വേണ്ടി വരുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഇഷ്യൂസിലേക്ക് കൂടെ ഒന്ന് പോകാം. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ആക്ടിവിസ്റ്റുകളോ അല്ലെങ്കിൽ പ്രോ പലസ്തീൻ ആക്ടിവിസ്റ്റുകളോ ഒന്നും ഇറാനിന് വേണ്ടി മാത്രം ശബ്ദമുയർത്താത്തത്? ചോദ്യം കേൾക്കുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ആദ്യം നമുക്ക് ലെഫ്റ്റുകളുടെ കാര്യം എടുക്കാം. സ്വാഭാവികമായിട്ടും ജനപക്ഷമാണ് ഇടതുപക്ഷമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ജനപക്ഷത്ത് നിൽക്കേണ്ട ഇടതുപക്ഷം സൈലൻ്റാണ്, പ്രതികരിക്കുന്നില്ല. അതിന് 2 തിയറികളാണുള്ളത്. പ്രൂവൺ അല്ലാത്ത വെറും പ്രിഡിക്ഷൻ മാത്രമായിട്ടുള്ള 2 തിയറികൾ. ഇറാനിൽ നടക്കുന്ന ഈ പ്രതിഷേധം ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു പ്രൊപ്പഗാൻഡ മൂലമാണെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം നടത്തുന്ന ജനതയെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി നമ്മളെ പ്രൊപ്പഗാൻഡയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ജനങ്ങളുടെ ശരിയായ ആവശ്യങ്ങൾ ഇതുമൂലം നടപ്പിലാകില്ല എന്നും ആണ് തിയറി 1 പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത്, ഈ ജനത നടത്തുന്ന പ്രതിഷേധം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ്. അങ്ങനെ നടത്തുന്ന ഒരു പ്രതിഷേധത്തിനെ ലെഫ്റ്റ് തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇസ്ലാമോഫോബിയ വളർത്താൻ കൂടുതൽ കാരണമാകുമെന്നും ലോകത്ത് മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിമുകൾക്കെതിരെ ആക്രമണം കൂടാൻ സാധ്യതയുണ്ടെന്നാണ് രണ്ടാമത്തെ തിയറി. ഇനി എന്തുകൊണ്ടാണ് പ്രോ പലസ്തീനായിട്ടുള്ള ആൾക്കാർ ഈ ജനതയെ സപ്പോർട്ട് ചെയ്യാത്തത്? ഇവരും രണ്ടുപേരും ഒരു മതക്കാരല്ലേ? അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഈ ജനത പ്രതിഷേധിക്കുന്നത് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുക മാത്രമല്ല, ഇസ്ലാമിക നിയമങ്ങളെ ചോദ്യം ചെയ്യുക കൂടെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ടും ഹിജാബ് ഇടണം? എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംഗീതം ആസ്വദിച്ചുകൂടാ? എന്തുകൊണ്ട് കല ആസ്വദിച്ചുകൂടാ? എന്നുള്ള പല ചോദ്യങ്ങളും മതത്തിനെതിരാണ്. അതൊരു വലിയ കാരണമാണ് ഈ പ്രോ പലസ്തീൻ ആക്ടിവിസ്റ്റുകളെ ഇതിൻ്റെ ഉള്ളിലേക്ക്
വരാതെ തടയുന്നതിന്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് നടക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് ഒരു കൂട്ടക്കൊല വരെ നടത്താം. ആരും അറിയാൻ പോകുന്നില്ല. എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്നും എത്ര പേര് മരിച്ചെന്നും തിരിച്ച് ഇൻ്റർനെറ്റ് വരാതെ ഒരു മീഡിയയോ ഒരു മാധ്യമത്തിനോ അറിയാൻ പറ്റില്ല. അതൊരു ഫാസിസ്റ്റ് തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് പല ഹാൻഡിലുകളും ഈ ചോദ്യം പിന്നെയും ഉയർത്തുന്നത്. എന്തുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ ഇറാനിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഒരു ശബ്ദം പോലും ഉയർത്തുന്നില്ല എന്ന്? ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഇതുപോലൊരു പ്രൊട്ടസ്റ്റ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും അതിൻ്റെ കാരണം അന്വേഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ജനങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ശരികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ പ്രതിഷേധത്തിന് പിന്നിൽ അമേരിക്കയോ ഇസ്രായേലോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിശബ്ദരാവരുത്. അങ്ങനെ നമ്മൾ നിശബ്ദരാകുമ്പോൾ നമ്മൾ ആ ഒപ്രസറുടെ കൂടെയാണ് നിൽക്കുന്നത്. അവിടെ ഒപ്രസ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെയോ കുട്ടികളുടെയോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഏതൊരു ജനത്തിൻ്റെയോ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിൻ്റെ കൂടെയല്ല. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്. തട്ടം എന്നത് പറയുന്നത് ഒരു ചോയ്സ് ആണെന്ന്. എന്നാൽ ഇറാനിൽ തട്ടം ഒരു ചോയ്സ് അല്ല, നിർബന്ധിത മതനിയമമാണ്. തട്ടം ഇടുന്നത് ചോയ്സ് ആണെങ്കിൽ തട്ടം ഊരാൻ പറ്റുന്നതും ഒരു ചോയ്സ് ആയിരിക്കണം. അപ്പോഴാണ് ഫെമിനിസത്തിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമാവുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഡിമാൻഡ് ഈ ഇസ്ലാമിക് റെജീം എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പല പ്രൊപ്പഗാൻഡകൾ ഉണ്ടായിരിക്കാം. ഇനി അഥവാ ഇസ്ലാമിക് റെജീം എൻഡ് ചെയ്യേണ്ട എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അറ്റ്ലീസ്റ്റ് ചില നിയമങ്ങളെങ്കിലും പരിഷ്കരിക്കണം എന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാമല്ലോ. ഈ വീഡിയോ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇറാനിലെ ജനതയ്ക്ക് അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ, വസ്ത്ര സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ, ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നതുവരെ നമ്മൾ അവരെ കൂടെ നിൽക്കണം.